ഒരുപാട് കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നത് തക്കായിട്ടുള്ള മറുപടി അല്ല. അതാണ് അത് നിങ്ങളുടെ പ്രശ്നം. ഞാൻ പറയണത് തക്കാക്കുന്നത് നിങ്ങളാണ്. ഞാൻ ശരിക്കും പറയണത് മറുപടിയാണ്. എനിക്ക് താല്പര്യമില്ല. ഞാൻ ആരോടും പറയില്ല കല്യാണം കഴിക്കണ്ടെന്നോ കല്യാണം കഴിച്ച അങ്ങനെ ആയി പോകുന്നു ഒന്നും പറയും. എനിക്ക് ഇപ്പൊ ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. യെസ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ആ ട്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി. അല്ല പടം കണ്ടിട്ട് പറയാന്ന് വെച്ചാൽ അപ്പോൾ അല്ല അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു. ഈ പടത്തിൽ വരുന്ന വിമർശനത്തിൽ നിങ്ങളെങ്ങനെ അഭിമുഖീകരിക്കും എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? അല്ല, നിഖില ചേച്ചി ഫസ്റ്റ് പറ. എന്റെ പെർസ്പെക്റ്റീവ് ആണ്, ഒരു സിനിമയാണോ ചോദിക്കുന്നത്? നിഖില ചേച്ചിയുടെ പെർസ്പെക്റ്റീവ് ഫസ്റ്റ് പറ. എനിക്ക് കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. പക്ഷെ അത് ഈ പറയുന്ന പോലെ അവരുടെ ചോയ്സാണ്. അവർക്ക് കുട്ടികൾ വേണോ, ഏത് സമയത്ത് കുട്ടികൾ വേണം, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർഡ് ആണോ ഒരു അമ്മയാവാൻ, ഞാൻ പ്രിപ്പയർഡ് ആവാൻ ആണോ ഒരു അച്ഛനാവാൻ എന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ്. എനിക്ക് സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോട് എനിക്കും താല്പര്യമില്ല. ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ്. അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. ഇപ്പം എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ ഇപ്പം എൻ്റെ കാര്യമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എനിക്കത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും. എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഈ സിനിമയിലും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷറുള്ള ആൾക്കാരുണ്ട്, കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ഫാമിലീസിന് അതിൽ കാണിക്കുന്നുണ്ട്. ഈ പ്രഷർ വേണ്ടാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡയറക്ടർ സാർ, എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ് സെറ്റ് ബേബി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഫാമിലി മൂവീസ് കഴിഞ്ഞ 5 വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നി ഞാനിനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജക്റ്റാണ്. മാർക്കോ വലിയൊരു ഹിറ്റാണ്, ഓൾ സെഡ് ആൻഡ് ഗുഡ്. പക്ഷേ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുടെ കോർ എസൻസിലാണ്. ദാറ്റ് ഈസ്, സജീവും പറഞ്ഞു, ഞാനും പറഞ്ഞു, വിനയും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് കണക്ട് ആവുന്ന കഥകൾ, ഇപ്പോൾ വൈവി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഫാമിലി കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ, ഇതിലൊരു സിനിമയുണ്ടല്ലോ. ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദാറ്റ്സ് കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്ന മെൻ്റൽ സ്ട്രഗിൾ, സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ, ഫാമിലീസിന് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു സബ്ജക്റ്റാണ് ഗെറ്റ് സെറ്റ് ബേബി. ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീലിൽ സിനിമ ലുക്സ് വെരി എൻഗേജിങ്, കളർഫുൾ. കുട്ടികൾക്കും ഫാമിലീസിനും കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ് സെറ്റ് ബേബി ആയിരിക്കും. ദാറ്റ് ഇസ് എ ടേക്ക് അവേ. ദാറ്റ് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം, വീട്ടിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. മാർക്കോയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. മാർക്കോ ഒരു മൊമെൻ്ററി ഹൈ ആണ്. അഡ്രിനലിൻ അടിക്കൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് വാവ്. പക്ഷെ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെ കുറിച്ച് തന്നെ ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല. ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ്. ഗെറ്റ് സെറ്റ് ബേബിയെ സംബന്ധിച്ച് ഒരു സ്ലോ ഗ്രൂയിങ് പ്രോസസ്സാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. സ്വാഗ്, മ്യൂസിക്, സ്വാഗ്, ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ്. തിയേറ്ററിൽ അടിപൊളിയായിരുന്നു, വെൽ ആൻഡ് ഗുഡ്.
പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിന് വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും. ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, വിച്ച് വിൽ സ്റ്റേ ഇൻ മൈ മെമ്മറി. ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ, ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ വിനയ്ക്കും ഇതൊരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ. സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ലാലേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു മീശപ്പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സ്കന്ധയെന്ന്. ഞങ്ങൾ പക്ഷേ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും അങ്ങനെ എനിക്ക് ഫാമിലി ഓഡിയൻസ് അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാർക്കോ പോലത്തെ ഒരു സർട്ടിഫൈഡ് സെഗ്മെൻറ്റഡ് മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ്, ദാറ്റ് ഈസ് ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസാണ്. അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഫോർ യു ഓൾസോ. ഞാൻ ഈ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ല അതിൽ, ജസ്റ്റ് ദാറ്റ് ഒരു കൊലാബറേറ്റീവ് സ്പേസ് നിൽക്കുന്ന ഒരു നല്ല സിനിമ.